ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സൂംബ ഡാൻസിനെതിരെ KNM നേതാവ് ഹുസൈൻ മടവൂർ പ്രാകൃത ചിന്താഗതിക്കാരാണ് എതിർക്കുന്നത് എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിൻ്റെ പരാമർശത്തെയും അദ്ദേഹം പരിഹസിച്ചു. സ്കൂളുകളിൽ സൂംബ പരിശീലനം വേണമെന്ന നിർദ്ദേശം ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണെന്നും സംസ്കാരത്തിന് നിരക്കാത്തതാണെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിനും കുറേ കൂടി പിന്നിലേക്ക് പോയാൽ വസ്ത്രങ്ങളില്ലായിരുന്നുവെന്നും ആ നിലയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹുസൈൻ R. ബിന്ദുവിൻ്റെ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ പഠനങ്ങൾ നടത്താതെ പ്രായോഗികതയോ സാംസ്കാരിക നിലവാരമോ നോക്കാതെയാണ് ഇതൊക്കെ പറയുന്നത്. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലപാട് മാറ്റേണ്ടി വരുമെന്നും KNM നേതാവ് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മന്ത്രി ചോദിക്കുന്നു. എന്നാൽ അതിനും കുറേക്കാലം പിന്നിലേക്ക് പോയാൽ വസ്ത്രങ്ങളില്ലായിരുന്നു. പിന്നീട് പരിഷ്കരിച്ചാണ് കുടുംബവും വസ്ത്രധാരണവും ആൺ-പെൺ നിയമങ്ങളുമെല്ലാം ഉണ്ടായത്. അല്പവസ്ത്രം ധരിച്ച് അവതരിപ്പിക്കുന്ന നൃത്തമായാണ് സൂംബ വീഡിയോകളെല്ലാം കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ സ്കൂളുകളിൽ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലർന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികാവസ്ഥയെ മോശപ്പെടുത്തും. ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ യൂണിഫോമിലായാലും അവരുടെ ശരീരഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രിൽ മിക്സഡായി ചെയ്തുകൂടാ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ സൂംബ ഉൾപ്പെടുത്താനുള്ള ആലോചന സർക്കാർ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ അതിനോട് എതിർപ്പുള്ളവർ സ്കൂൾ മാറുന്ന കാര്യം ആലോചിച്ചേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.